ദിലീപിന്റെ ബബ്ബബ്ബ ഇതുപോലൊരു കൂറപ്പടം, ഈ ശരിക്കും വാണപ്പടം എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒരു പടമാണ് ഇറക്കി വെച്ചിട്ടുള്ളത്. ഒരു മണ്ണാങ്കട്ടയ്ക്കും കൊള്ളില്ല. പോകുന്നവന്റെ കാശ് പോകും എന്നുള്ളത് 100% ഉറപ്പാണ്. ഇവനെ പോലത്തെ കുറെ ഇത്തിൽ കണ്ണികളെയൊക്കെ പിടിച്ച് പടം കിടിലാണെന്ന് പറയിപ്പിച്ച് ബൂസ്റ്റ് ഒക്കെ ചെയ്യിപ്പിച്ച് അതിനെ ഒരു 100 ദിവസം ഓട്ടിക്കണം അല്ലെങ്കിൽ 50 ദിവസമെങ്കിലും ഓട്ടിക്കണം എന്ന് പറഞ്ഞ ഒരു ഗതികേടില് നടൻ ദിലീപ് എത്തി എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഈ ഒരു സിനിമ. പിന്നെ വേറൊരു കാര്യമുണ്ട്, മോഹൻലാലിനെയൊക്കെ കൊണ്ടുവന്ന് തിരിച്ച് വലിയൊരു കമ്പാക്ക് ഒക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അത് ഇതോടെ പോയി. പടം പോയി കാണുന്നവൻ തിരിഞ്ഞു പോലും നോക്കൂല ഇനി അടുത്തൊരു പടത്തില്. അമ്മാതിരി വെറുപ്പിലാണ് കാണിച്ചു വെച്ചിട്ടുള്ളത് ആ പടത്തില്. ആവശ്യമില്ലാതെ കുറെ റെഫറൻസ്, ദിലീപിന്റെ പഴയ സിനിമ, ഗില്ലി പടത്തിന്റെ മറ്റേ പാട്ട്, മോഹൻലാലിന്റെ മുണ്ടൂരി അടിക്കൽ, ഇതിന്റെയൊക്കെ ഒരു ആവശ്യമില്ല. ലാലേട്ടനൊന്നും ഈ പടം ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ലെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഒരു ആവശ്യമില്ല പോയി തലവെച്ച് കൊടുക്കാൻ. ഇനിയിപ്പോ 20 ദിവസമൊക്കെ കഴിയുമ്പോൾ വലിയ സെലിബ്രേഷൻ ഒക്കെ ഉണ്ടാവും. കാര്യം പ്രിൻസ് ആൻഡ് ഫാമിലിയൊക്കെ ഇതിനേക്കാളും വലിയ സെലിബ്രേഷൻ ഒക്കെ നടത്തി. ആ പടത്തിൽ എന്തുണ്ടെന്നൊന്നും എനിക്ക് അറിയില്ല. ആ പടം ഭയങ്കര ഹിറ്റ് എന്നൊക്കെ പറയുന്ന സെലിബ്രേഷൻ നടത്തിയത്. ഇനിയിപ്പോ ഇതിന്റെ കാര്യത്തിൽ പിന്നെ പറയണ്ട. ഇപ്പോഴേ ആരാധകരെ പോയി മീറ്റ് ചെയ്യുക, തിയേറ്ററിൽ ദിലീപ് വരിക, ഓളം ഉണ്ടാക്കുക, ഇതൊക്കെയാണ്. ഒരു യഥാർത്ഥ ദിലീപ് ഫാൻസ് ഒരിക്കലും ഇത് അക്സെപ്റ്റ് ചെയ്യില്ല. ഈ ഒരു സിനിമ പ്യുവർ മാഡ്നസ് എന്നൊക്കെ പറയുന്നത് എന്ത് തേങ്ങയാണ് അതിലെ മാഡ്നസ് എന്ന് ഞാൻ കണ്ടില്ല. ഇവര് സിനിമയായിട്ട് കണ്ടപ്പോൾ ഇവർക്ക് വ്യക്തമായി മനസ്സിലായി ഒരു മണ്ണാങ്കട്ടയില്ല. അതുകൊണ്ടാണ് ആദ്യമേ എഴുതി കാണിച്ചത് നോ ലോജിക് ഓൺലി മാഡ്നസ്. മാഡ്നസ് പോയിട്ട് ഒന്നുമില്ല ഈ സിനിമയ്ക്ക്. വെറുതെയാണ് ഒരു പടം എടുത്തിരിക്കുന്നത്. എന്തിനാണെന്ന് പോലും എനിക്കറിയില്ല. ഈ പടം കണ്ടിട്ടുള്ളവർക്ക് സത്യസന്ധമായിട്ട് മറുപടി പറയാനുണ്ടെങ്കിൽ താഴെ വന്ന് കമന്റ് ചെയ്യുക. അല്ലാതെ 50-100 കൂലിക്ക് വേണ്ടി കമന്റ് ചെയ്യുന്നവർ ദയവ് ചെയ്ത് ഈ വീഡിയോക്ക് താഴെ വരണ്ട.